എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്ന് ഒരു കാർട്ടൂണിൻ്റെ ഡെമോൺസ്ട്രേഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ ഏറ്റവും പുതിയ രണ്ട് കാർട്ടൂൺ കളക്ഷനുകളുടെ പ്രകാശനം നടന്നു. ഒന്ന് വരശയിൽ ചെന്നിത്തല, ഒന്ന് എൻ്റെ വരയിൽ ലീഡർ. ഈ രണ്ട് പുസ്തകവും കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മഹാരഥന്മാരായ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും കോപ്പികൾ ഏറ്റുവാങ്ങിയാണ് ഇതിൻ്റെ പ്രകാശനം നിർവഹിച്ചത്. കെ ലീഡർ, എൻ്റെ വരയിൽ ലീഡർ എന്ന പുസ്തകത്തിൽ കെ കരുണാകരൻ്റെ കുറച്ച് വർഷത്തെ രാഷ്ട്രീയ ചരിത്രമാണ് അനാവരണം ചെയ്യുന്നത്. അതിനകത്ത് ശരിക്കും മുഖ്യ ഉപകഥാപാത്രങ്ങളായിട്ട് കെ മുരളീധരനും കെ ആൻ്റണിയും പിന്നെ പത്മജ വേണുഗോപാലും ഒക്കെ വരുന്നുണ്ട്. എന്നാലും ഈ വിമർശന ശരങ്ങളാണ് ശരിക്കും കെ ലീഡറെ പറ്റിയുള്ള ശക്തമായ വിമർശന ശരങ്ങളാണ് ഈ പുസ്തകത്തിൽ നിറയെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കെ മുരളീധരനെ കണ്ട് ഈ പുസ്തകം കൊടുക്കാനും ഇതിൻ്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോഴും എനിക്ക് ഈ ബുക്ക് കൊടുക്കുമ്പോൾ ഉള്ളിലൊരു വേവലാതി ഉണ്ടായിരുന്നു. പക്ഷേ പുസ്തകം കണ്ടിട്ട് അദ്ദേഹം വളരെ ആസ്വദിച്ചു. കെ മുരളീധരൻ സാറിനത് പഴയ ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുപോക്കായിട്ടാണ് അനുഭവപ്പെട്ട്. ഇവരും കെ കരുണാകരനും മുരളീധരനും കൂടി DIC എന്ന പാർട്ടി ഉണ്ടാക്കിയതും അവിടുന്ന് കോൺഗ്രസുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് LDF പോയതും LDF നിന്ന് പിന്നെ അവഗണന നേരിട്ട് അവിടുന്ന് തിരിച്ച് UDF വന്നതും ആ സമയത്ത് കോൺഗ്രസിൻ്റെ കേന്ദ്ര ഘടകവുമായിട്ട് നടന്ന ഐക്യ ചർച്ചകളും സംവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് ഉണ്ടായത്. അതായത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ കുറേ കാലത്തെ ഒരു രാഷ്ട്രീയ ചരിത്രമാണ് ഇതിനകത്തൂടെ വെളിവ് വരുന്നത്. അപ്പോൾ ഈ മുരളി സാർ ഇത് വായിച്ചിട്ട് മുരളി സാർ പറഞ്ഞത് ഇത് തന്നെയാണ്. അതായത് ഒരു കാലഘട്ടത്തിലെ ചരിത്രങ്ങൾ പുള്ളിയുടെ മനസ്സിൽ കൂടി ഇങ്ങനെ മിന്നി മറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുരളീധര സാറിന് സീറ്റ് ചർച്ചയിൽ മുരളീധര സാറിന് കരുണാകരൻ മൂത്രമൊഴിക്കാനായിട്ട് ടോയ്ലറ്റിൽ പോയ സമയത്താണ് ആൻ്റണി മുരളീധരന് സീറ്റ് കൊടുത്തതെന്നുള്ള ഒരു വാർത്ത ആ സമയത്തുണ്ടായിരുന്നു. അതൊക്കെ ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കാർട്ടൂണുകളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പഴയ കാര്യങ്ങളിലേക്ക് ഒരു തിരിച്ചുപോക്ക്, പഴയ സംഭവങ്ങളെപ്പറ്റി ഓർമ്മ വന്നു എന്നാണ് അദ്ദേഹം ഈ പ്രകാശന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത്. പിന്നെ രമേശ് ചെന്നിത്തലയുടെ പുസ്തകമാണെങ്കിൽ വരശയിൽ ചെന്നിത്തല എന്നുള്ള പുസ്തകമാണ്. അത് ഈ പറഞ്ഞ കണക്ക് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയാണ് കൂടുതലും കാർട്ടൂൺ വിമർശിക്കുന്ന കാർട്ടൂണുകളാണ് കൂടുതലുള്ളത്. കാർട്ടൂണിസ്റ്റ് എപ്പോഴും പ്രതിപക്ഷത്താകണമല്ലോ, അതനുസരിച്ചാണ് നമ്മൾ ഓരോ സംഭവങ്ങളെയും തേടി പിടിക്കുന്നത്. പക്ഷേ എൻ്റെ ഈ നവമാധ്യമങ്ങളിൽ കൂടെയുള്ള ചില സുഹൃത്തുക്കളും അന്ധമായ പാർട്ടി വിശ്വാസം കൊണ്ടു നടക്കുന്ന ആളുകൾ ഞാൻ LDFനെയും BJPയെയും മാത്രമാണ് വിമർശിക്കുന്നത്, ഒരു കമ്മിയാണ്, അല്ലാണ്ട് അവർക്കെതിരെ ഒന്നും വരയ്ക്കുന്നില്ല എന്ന് വാദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അവർ സത്യം പറഞ്ഞാൽ ഈ ബുക്ക് കാണേണ്ടതാണ്. ഈ രമേശ് ചെന്നിത്തലയെ ശക്തമായി വിമർശിക്കുന്ന കാർട്ടൂണിലാണ് ഇതിൽ ഭൂരിഭാഗവും. പിന്നെ വളരെ കുറച്ച് കോവിഡ് സമയത്തെ കുറേ അഴിമതികൾ, പിണറായി വിജയൻ്റെ അഴിമതികൾ വെളിച്ചത്ത് കൊണ്ടുവന്ന സമയത്തുള്ള കുറേ കാർട്ടൂണുകൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുണ്ട്. അദ്ദേഹം അഴിമതിക്കെതിരെ പോരാടുന്ന കുറേ കാർട്ടൂണുകളുണ്ട്. ബാക്കി മൊത്തം ഈ ചെന്നിത്തലയെ പിന്നെ വിമർശിക്കുന്നതാണ്. അപ്പോൾ ഇത് കാണുമ്പം നമുക്കറിയാം ഈ കാർട്ടൂണിസ്റ്റിൻ്റെ ചുമതല എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഈ കുറ്റങ്ങൾക്കെതിരെ പോരാടുക, കുറ്റവാളികൾക്കെതിരെ പോരാടുക, അഴിമതിക്കെതിരെ പോരാടുക, അഴിമതിക്കെതിരെ ടോർച്ച് തെളിക്കുക, ഇതാണ് ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ ചുമതലയെന്ന് നമുക്കിത് കാണുമ്പോൾ തോന്നും. ഈ എന്തെങ്കിലും ഒരു കാർട്ടൂൺ കണ്ട് അവരുടെ നേതാവിനെതിരെ വരച്ചു എന്നും പറഞ്ഞിട്ട് ചന്ദ്രഹാസവും സൈബർ ട്രോളിങ്ങും കൊണ്ട് നടക്കുന്ന അതല്ല ശരിക്കുള്ള ഒരു കാർട്ടൂൺ എന്ന് പറയുന്നത്. കാർട്ടൂണിൻ്റെ ABCD അറിയാൻ മേലാത്ത ഈ നവമാധ്യമ വെട്ടുകിളികൾ നമ്മളെ കാർട്ടൂണിൻ്റെ
ആധികാരികത പഠിപ്പിക്കാനായിട്ട് മുന്നോട്ട് വരുമ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത് എൻ്റെ 15ാമത്തെ പുസ്തകമാണ് ഈ 2 പുസ്തകങ്ങളും. മറ്റേ പുസ്തകങ്ങളെ ഒന്ന് ഓടിച്ച് പരിചയപ്പെടുത്താം. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ അകത്തെ കാർട്ടൂണുകളിലേക്ക് പ്രിയ പ്രേക്ഷകരെ ക്ഷണിക്കുന്നു. എൻ്റെ വരയിൽ ലീഡർ എന്ന പുസ്തകമാണിത്. ഇതിൻ്റെ പേജ് 140 പേജാണ്. വില 260 രൂപ. വില 260. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പേജ് ഇത് പ്രസാധനം ചെയ്തിരിക്കുന്നത് പിന്നെ റൊമാൻസൺ പ്രിൻ്റ് ഹൗസാണ് വഴിയാണ് പ്രസാധനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പുസ്തകത്തിനെ പറ്റി ഗ്രന്ഥകർത്താവ് പറഞ്ഞിരിക്കുന്നത്, കേരള രാഷ്ട്രീയത്തെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയ കേരളത്തിൻ്റെ ലീഡർ കെ കരുണാകരൻ, കേരള വികസന കുതിപ്പിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ ദക്ഷിണാശാരി. നമുക്കറിയാം, മറ്റേ ലീഡറിൻ്റെ കാലത്ത് കേരളം വികസനത്തിൻ്റെ ഒരു പുഷ്കല കാലമായിരുന്നു. നമ്മുടെ മറ്റേ നെടുമ്പാശ്ശേരി വിമാനത്താവളമൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ പദ്ധതികളാണ്. ആഭ്യന്തര രംഗം സമാധാനപൂർണ്ണമാക്കാൻ ഉരുക്കുമുഷ്ടി വേണമെങ്കിലും തെറ്റല്ലെന്ന് കാട്ടിത്തന്ന യഥാർത്ഥ ഇരട്ടച്ചങ്കനാണ് നമ്മുടെ ലീഡർ. നമുക്കറിയാം, മറ്റേ പോലീസിനെ ഭയങ്കര ആയിട്ട് ദുരുപയോഗം ചെയ്തെങ്കിലും ശരിക്കും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്രമസമാധാനം ഭദ്രമായിരുന്നു അന്നത്തെ. മറ്റേ കൈപ്പേറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ചെറുപുഞ്ചിരിയോടെ നിസ്സാരമാക്കിയ രാഷ്ട്രീയ തന്ത്രജ്ഞൻ, രാഷ്ട്രീയ ചതുരംഗക്കളിയിൽ കൂർമ്മബുദ്ധിയായ ചാണക്യൻ, ആശ്രിതയെ ആത്മാവിനോട് അടുക്കിപ്പിച്ച സ്നേഹസമ്പന്നൻ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ഭക്താഗ്രസരൻ, അങ്ങനെ വിശേഷങ്ങൾ അനവധിയുള്ള ലീഡർ. സ്നേഹിച്ച കാർട്ടൂണിനെ അങ്ങേയറ്റം സ്നേഹിച്ച, കാർട്ടൂൺ ആസ്വദിച്ച അപൂർവം രാഷ്ട്രീയക്കാരിൽ മുമ്പനായ ലീഡറുടെ സ്മരണയ്ക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടാണ് ഈ ഒരു പുസ്തകം കാർട്ടൂണിസ്റ്റ് സമർപ്പിക്കുന്നത്. ആ സമയത്ത് മറ്റേ അഴിമതിക്കെതിരെ പോരാടാമെന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട ആൾ നോക്കുകയാണ്. DIC UDF കൂട്ടുകെട്ട് വരുന്നു. തിരിച്ചുപോയ DIC മറ്റേ UDFിലോട്ട് തിരിച്ചു വന്ന ഒരു കാർട്ടൂണാണ് ഇത്. ആ കാലത്ത് സീറ്റ് വിഭജനം സമയത്തെ ഒരു കാർട്ടൂണാണ് ഇത്. മറ്റേ മാധ്യമം പത്രത്തിൽ വന്നതാണ് അന്ന്. ഒരാൾ മറ്റേ ദേശാടന കിളികൾക്ക് സീറ്റില്ല എന്ന് അന്ന് കരുണാകരൻ പറഞ്ഞതായിട്ടാണ്. അന്നേരം നമ്മൾ ഓമനിച്ച് വളർത്തുന്ന ലവ് ബേഡ്സിന് കൊടുക്കാൻ പോകണോ, വല്ലപ്പോഴും പറന്നു വരുന്ന ദേശാടന പക്ഷിക്ക് കൊടുക്കാൻ പോകണോ എന്നാണ് കരുണാകരൻ ചോദിക്കുന്നത്. അത് മറ്റേ നമ്മൾ കൂടുതലടച്ച് വളർത്തുന്ന ലവ് ബേഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് മുരളീധരനും ഒന്ന് പത്മജയാണ്. അത് ആൻ്റണിയോടാണ് ഇത് പറയുന്നത്. ഇത് DIC തിരിച്ചു വന്ന മറ്റേ കരുണാകരൻ DIC ഉണ്ടാക്കി പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴുള്ള ഒരു കാർട്ടൂണാണിത്. കരുണാകരനെ UDFിലെടുക്കാൻ ആൻ്റണിക്ക് താല്പര്യം. അപ്പോൾ ആൻ്റണി വീടിൻ്റെ മുന്നിലുള്ള തൊട്ടിലേക്ക് കരുണാകരനെ അമ്മത്തൊട്ടിൽ വന്ന് കിടക്കുകയാണ്. 4 ജില്ലകളിൽ കൂടി അമ്മത്തൊട്ടിൽ സ്ഥാപിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട് വാർത്ത. അപ്പോൾ ഒരു ചോരക്കുഞ്ഞിൻ്റെ കരച്ചിലല്ലേ കേൾക്കുന്നതെന്ന് ആൻ്റണി പറയണം. അപ്പോൾ ഉമ്മൻചാണ്ടി പറയുക, അരുത് വികാരം കൊള്ളരുത്, വാകേറിയ തമ്പുരാൻ ഇരയും കൽപ്പിക്കുന്നത്. അതായത് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നാലുള്ള തലവേദനയെ പറ്റി ഉമ്മൻചാണ്ടിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി അതിനെ എതിർക്കുകയാണ്. ആൻ്റണിയുടെ മറ്റേ അനുകൂല ഭാവം ഉമ്മൻചാണ്ടിക്കില്ല. ഇത് ആൻ്റണിയുടെ സമയത്ത് ആൻ്റണിയുമായിട്ട് ഗ്രൂപ്പ് വഴക്ക് ഉണ്ടാകുന്നതാണ്. എവിടെ തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയുന്ന നിൻ്റെ ഹൈക്കമാൻഡ് എവിടെ? ആ സമയത്ത് എല്ലാ ഈ മുഖച്ഛായ മിനുക്കൽ ചർച്ചകളും പ്രതിച്ഛായ ചർച്ചകളും ഒക്കെ ആയിരുന്നല്ലോ ആ സമയത്ത്. അപ്പോൾ അന്ന് പറയുന്നത് മറ്റേ ഹൈക്കമാൻഡ് ഇടപെടുമെന്ന്. അന്ന് ഹൈക്കമാൻഡിന് ഇന്നത്തെ കാലമൊക്കെ ഒരു ഭയങ്കര ആജ്ഞാശക്തിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് കരുണാകരനെല്ലാം തല്ലി പൊട്ടിച്ചിട്ട് ചോദിക്കുകയാണ്, എവിടെ തൂണിലും തുരമ്പിലും ഉണ്ടെന്ന് പറയുന്ന നിൻ്റെ ഹൈക്കമാൻഡ്. ഇത് ഈ പറഞ്ഞ അന്ന് ഈ പറഞ്ഞ കണക്ക് ഡെയിലി വാർത്തകളിൽ ഐക്യം വേണം, പുരോഗതി വേണമെന്നൊക്കെ പറഞ്ഞ് ഇവർ പറയും. ഭയങ്കര തമ്മിലടി നടത്തുകയും ചെയ്യും. എന്നിട്ട് ഐക്യം വേണമെന്ന് പറയുകയും ചെയ്യും. അപ്പം വികസനം, പുരോഗതി, മതേതര സംരക്ഷണം എന്നിവയിൽ ഊന്നി നിന്നുകൊണ്ട് UDF കാസർഗോഡ് നിന്ന് നവോത്ഥാന യാത്ര തുടങ്ങുന്നു. ആൻ്റണിയാണത് നയിച്ചത്. അപ്പം മറ്റേ ഐക്യഗുളികളുമായിട്ട് മുന്നോട്ട് പോകുക. അതായത് ഈ തള്ളുന്ന കൂട്ടത്തിൽ മുരളീധരനുമുണ്ട്, പത്മജയുണ്ട്.
ഇതും അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെയാണ്. മാറാരോഗങ്ങൾക്ക് മൂലകോശ കുത്തിവയ്പ്പ് ഇന്ത്യയിൽ വിജയകരമായി പരീക്ഷിച്ചു. അപ്പം മറ്റേ കരുണാകരൻ ആനന്ദനൃത്തമാടി പറയാണ്, ഇവിടെ ഗ്രൂപ്പിസം അനുവദിക്കൂ, വിധകൾ വൈകാതെ പരിഹരിക്കൂ, ഇത് കരുതൻ അവകാശം. കരുതെന്ന് പറഞ്ഞാൽ കരുണാകരനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അച്ചടക്ക നടപടി എന്ന വാളുമായിട്ട് ഉമ്മൻചാണ്ടി പിന്നാലെ പോവുകയാണ്. ഇതും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ചു നിന്നാലേ ഇലക്ഷൻ ജയിക്കാനാകുമെന്ന് ആന്റണിയും കരുണാകരനും ചേർന്ന് അവകാശപ്പെട്ടു. അതായത് ഇവർ രണ്ടുപേരും രണ്ട് ഗ്രൂപ്പിൻ്റെ വക്താക്കളും തമ്മിലടിക്കാരുമാണ്. പക്ഷേ അണികൾ ഒന്നിച്ചു നിൽക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പം ആ സമയത്ത് വന്നൊരു വാർത്ത ഇതാണ്, കഷായം കാപ്സ്യൂൾ രൂപത്തിൽ ഇറങ്ങുന്നു. ആ ഐക്യ കഷായം വായി വെച്ച് കൊടുക്കുകയാണ് പ്രവർത്തകരുടെ. ഇതിപ്പോൾ നമ്മുടെ പഴയ ഒരു കഥയിലുണ്ട്, ഈ മറ്റേ കൊക്കിന് പരന്ന പാത്രത്തിലും മറ്റേ കുറുക്കന് കുഴിഞ്ഞ പാത്രത്തിലും വെള്ളം കൊടുക്കുന്നു. അപ്പോൾ ഐക്യസദ്യയാണ്. UDF DAC ഐക്യചർച്ച പൊളിഞ്ഞു. അപ്പോൾ കരുണാകരന് കൊടുത്തിരിക്കുന്നത് പരന്ന പാത്രത്തിലുള്ള ഇതാണ്, ഉമ്മൻചാണ്ടിക്ക് അതായത് തലയിടാൻ പറ്റാത്ത ഇടുങ്ങിയ കഴുത്തിലുള്ള പാത്രത്തിലുമാണ്. ഇതും ആ സമയത്തുള്ളൊരു സീറ്റ് ചർച്ചയുടെ മൂന്തപുരത്തേക്ക് പത്മജയ്ക്ക് സീറ്റ് കൊടുക്കണമെന്ന് കരുണാകരൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മൂന്തപുരം സീറ്റ് ഹനുമന്തപ്പ ഉടക്കുന്നുവെന്ന വാർത്ത. ഹനുമന്തപ്പ AICCയിലെ ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹം ഉടക്കി നിൽക്കുകയാണ്. കരുണാകരൻ ഗതയായിട്ട് വരുന്ന വഴിയിൽ ഇങ്ങനെ മാർഗ്ഗതടസ്സം ഉണ്ടാക്കി കിടക്കുകയാണ്. ഇത് BJPയായിട്ട് ബന്ധപ്പെട്ടൊരു കാട്ടുമാണ്. മറ്റേ ഇവർ രണ്ടുപേരും സ്ഥാനം ഒഴിയുന്നില്ല, വാജ്പേയിയും അദ്വാനിയും. അപ്പോൾ കരുണാകരൻ അവരോട് ചോദിക്കുകയാണ്, ചെറുപ്പക്കാർക്ക് വേണ്ടി വഴിമാറി കൊടുക്കരുതെന്ന്. ഇത് കണക്കുള്ള ഈ കരുണാകരനെ ശരിക്കും വിമർശിക്കുന്ന കാർട്ടൂണുകളാണ് ഈ ബുക്ക് എന്ന് പറയുക. കരുണാകരനുണ്ട്, മുരളീധരനുണ്ട്, പത്മജയുണ്ട്, AK ആൻ്റണിയുണ്ട്. അതാണ് പറഞ്ഞ ആ സമയത്തെ ഒരു രാഷ്ട്രീയ ചരിത്രമാണ്, കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രമാണ് ഈ പുസ്തകം നിറയെ. മന്ത്രിരോഗ നിവാരണ മരുന്ന് വീണ്ടും നൽകുന്നത് വിവാദമാകുന്നു. അപ്പോൾ അച്ചടക്ക നടപടിയാണ്. കരുണാകരന് ഐക്യത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കരുണാകരന് ഒരു കാലിലേ മന്തുള്ളൂ, ഉമ്മൻചാണ്ടിയുടെ 2 കാലിലും മന്താണ്. അപ്പോൾ ആ 2 കാലിലും മന്തുള്ള ആൾ ഒരു കാലിലെ മന്തുള്ള ആളിന് അച്ചടക്കത്തിൻ്റെ ഗുളിക കൊടുക്കുകയാണ്. ഇത് ആ സമയത്ത് വന്ന ഒരു മറ്റേ പെയിൻറ്റിൻ്റെ പരസ്യത്തിന് ഉണ്ടായിരുന്നു, മാധ്യമം പത്രത്തിൽ വന്നതാണിത്. CPM കാലഹരണപ്പെട്ട പാർട്ടിയെന്ന് ആൻ്റണിയും CP തങ്കച്ചനും, അല്ലെന്ന് കരുണാകരനും കുഞ്ഞാലിക്കുട്ടി. അപ്പോൾ ഈ പിണറായി വിജയനെ വിലയിരുത്തുന്ന ഒരു കഥാപ്രസംഗത്തിൻ്റെ ഒരു ഇതാണ്. ഇത് തന്നെ കോൺഗ്രസ്സിൽ എന്തെങ്കിലും വെളുത്തു പുക വരുമെന്ന പ്രതീക്ഷയിലാണ് താനെന്ന് ആൻ്റണി. ഈ ഇന്നും ഗ്രൂപ്പ് വഴക്കായിരുന്നു. അപ്പോൾ കോൺഗ്രസ് പട്ടടയിലേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വെളുത്ത പുക ഉയരുന്നു നോക്കി നിൽക്കുകയാണ് ഇവർ. അപ്പോൾ എല്ലാ കാർട്ടൂണും ഇതേപോലെ നടക്കുകയാണ്. 140 പേജ് കൊണ്ട് 150-ലധികം കാർട്ടൂണുകളുണ്ട് ഇതിനകത്ത്. ചെറുതും വലുതുമായിട്ട് ഉള്ള കാർട്ടൂണുകളാണ്. അടുത്തത് വരശൈയിൽ ചെന്നിത്തല. ഇതിൻ്റെ മുഖചിത്രം തന്നെ ഇദ്ദേഹം ഈ LDF സർക്കാരിലെ അഴിമതി ഇങ്ങനെ പുറത്തു കൊണ്ടുവരികയാണ്. ഇതിൻ്റെയും പറഞ്ഞ പ്രസാദകർ കൊമാൻസൺ പ്രിൻറ്റിംഗ് ഹൗസാണ്. അപ്പോൾ ഇതിനകത്ത് ഗ്രന്ഥകർത്താവ് പറയുന്നത്, എൻ്റെ നാടായ ആലപ്പുഴയിലെ ചെന്നിത്തല എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന കേരള രാഷ്ട്രീയത്തിൽ നിർണായക പങ്കുവഹിച്ച് രാഷ്ട്രീയ കേരളത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതിൽ ഭാഗഭാക്കായ ചെന്നിത്തല ചെറിയ പ്രായത്തിൽ മന്ത്രിയായി, നിരവധി തവണ MP ആയി, MLA ആയി, KPCC പ്രസിഡൻ്റായി, KSUവിലും NSUവിലും ഉന്നത സ്ഥാനങ്ങൾ വഹിച്ച് പ്രതിപക്ഷ നേതാവായി. പ്രളയവും കോവിഡും കൊണ്ട് കേരളം അക്ഷരാർത്ഥത്തിൽ പകച്ചു നിന്നപ്പോൾ സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്ന് ക്രിയാത്മക പ്രതിപക്ഷ ധർമ്മം പുലർത്തുകയും അതിനിടയിൽ അതീവ രഹസ്യമായി നടന്ന അഴിമതിക്കെതിരെ ശക്തമായി നിലകൊള്ളുകയും ചെയ്ത ചെന്നിത്തല ഭരണപക്ഷ സൈബർ ചാവേറുകളും ഭരണപക്ഷ വാലാട്ടികളായ മാധ്യമങ്ങളും നിരന്തരം വേട്ടയാടിയപ്പോഴും പതറാതെ അഴിമതിയുടെ കാണാപ്പുറങ്ങൾ ജനങ്ങളെ അറിയിച്ച ചെന്നിത്തല ചെന്നിത്തലയുടെ ഒരു കാർട്ടൂൺ സമാഹാരം പുറത്തിറക്കിയേക്കാമെന്ന് കരുതി പെട്ടെന്നൊരു ദിവസം വരച്ചുണ്ടാക്കിയ കാർട്ടൂണുകളല്ല ഇവയൊന്നും.
കാലങ്ങളായി ഓരോ ആനുകാലികങ്ങളിൽ അച്ചടിച്ചു വന്നതും ഫേസ്ബുക്കിലിടാൻ വരച്ചതുമാണിവ. ചില കാർട്ടൂണുകളിൽ ചെന്നിത്തലയെ നേരിട്ട് വരച്ചിട്ടില്ലെങ്കിലും ചെന്നിത്തലയെ പരാമർശിക്കുന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഒരു രാഷ്ട്രീയ ചരിത്രമാണിത്. രാഷ്ട്രീയ സംഭവങ്ങളുടെ വിശദീകരണമോ ഡേറ്റോ ഇല്ലാത്ത ഒരു പോരായ്മയാണെങ്കിലും ഇതിൻ്റെ പുസ്തക രൂപം തയ്യാറാക്കാനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അത് ബുക്ക് പറയാം. ഇത് രമേശ് ചെന്നിത്തല. പുലിയോട് സാമ്യമുള്ള അജ്ഞാത ജീവി ആടിനെ കടിച്ചു കൊന്നു. അപ്പം ജനാധിപത്യത്തിനെ കടിച്ചുകൊണ്ട് പോവുകയാണ്. ഇലക്ഷൻ സമയത്ത് വ്യാജ വോട്ട്. അപ്പം അതിനകത്ത് രമേശ് ചെന്നിത്തല ഇവിടെ പതുങ്ങിയിരുന്ന് പിടിക്കാൻ നോക്കുന്നു. ഇത് ഇലക്ഷന് ശേഷം LDF പൊട്ടിത്തെറി ഉണ്ടാകുന്നത് പഴയതാണ്, കുറേ പഴയ കാർട്ടൂണാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല പണ്ട് പ്രതിപക്ഷത്തിരുന്നപ്പോഴാണ് പൊട്ടി വീഴാതിരിക്കത്തില്ല, അച്യുതാനന്ദൻ സർക്കാരാണിത്, പൊട്ടി വീഴാതില്ല ഇരിക്കത്തില്ലെന്ന് പറയുന്നത്. ഇത് ഈ മറ്റേ ശബരിമല കേസ് വന്നപ്പോഴുള്ളൊരു കാർട്ടൂണാണ്. വിശ്വാസികൾക്കൊപ്പം തെളിയിക്കാൻ സൂത്രപ്പണികളുമായി LDFും UDFും രംഗത്ത്. വിശ്വാസികളുടെ പിന്നാലെ പോവുകയാണ് രണ്ടുപേരും. വിശ്വാസികൾക്കൊപ്പം തെളിയിക്കാൻ സൂത്രപ്പണികളുമായി LDFും UDFും രംഗത്ത്. അതേ ടൈറ്റിലാണ്. അപ്പം മറ്റേ വിശ്വാസികളെയും കൊണ്ട് രണ്ടുപേരും LDFും UDFും മലകയറുവാണ്. ദുരിതാശ്വാസം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരടി മുൻപേ പ്രതിപക്ഷം ഉണ്ടാകുമെന്ന് ചെന്നിത്തല ഇടങ്കോലിടുകയാണ് ഈ ഇതിന് ഇടയിൽ കൂടെ. കരുണ കണ്ണീർ ബിൽ നടപടികളുമായി സർക്കാർ മുന്നോട്ടില്ല, ബില്ല് അതിൻ്റെ വഴിക്ക് പോകും. അപ്പം പിണറായി ചെന്നിത്തലയോട് പറയാണ്, വിഷമിക്കേണ്ട, വാഗേറിയ തമ്പനെ എഴുതിയെങ്കിൽ ബില്ലിവിടെ കിടക്കുവാണ്, ബില്ലിനെ കുറിച്ച് വിഷമിക്കേണ്ടാണ്. അപ്പം പിന്നെ ചെന്നിത്തല എന്തോ പറഞ്ഞതിന് ചെന്നിത്തലയുടേത് പദവിക്ക് നിരക്കാത്ത പദപ്രയോഗം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ കൊണ്ടുവന്ന് ചോദിക്കും, പദവിക്ക് നിരക്കുന്ന കുറേ പദപ്രയോഗങ്ങളുണ്ട് വേണമെന്ന്. അപ്പം മുഖ്യമന്ത്രിയുടെ പദപ്രയോഗങ്ങളാണിത്. പരനാറി, ശുംഭൻ, നികൃഷ്ടജീവി. ഇത് അഴിമതിയെ വെളിച്ചത്ത് കൊണ്ടുവന്ന ഒരു കാർട്ടൂണാണ്. അഴിമതിക്കെതിരെ മുഖ്യമന്ത്രി തിരിയുന്നൊരു കാർട്ടൂൺ. ഇത് രമേശ് ചെന്നിത്തല അടിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ കോഴയും പിന്നിൽ പിടിച്ചുകൊണ്ട് പിണറായി നിൽക്കുന്നു. പിണറായി വിചാരിക്കുന്നത് പിണറായിയെ ആക്രമിക്കാമെന്നാണ്. പക്ഷേ പുള്ളി നേരെ പോവുക. സതീശനെ ഒന്ന് കണ്ടിട്ട് വരാം, സതീശനെ കണ്ടിട്ട് കൊടുത്തിട്ട് വരാമെന്നുള്ള മട്ടിലാണ്. ഇത് സ്പ്രിംഗ്ലറിൻ്റെ കാലത്ത് സ്പ്രിംഗ്ലർ അഴിമതി വെളിച്ചത്ത് കൊണ്ടുവന്നത് പിണറായിയാണ്. അവസാനം സ്പ്രിംഗ്ലറിനെ വേണ്ടെന്ന് വെച്ചു ഗവൺമെൻറ്. അപ്പോൾ ആ സ്പ്രിംഗ്ലർ വന്ന് പിണറായിയുടെ മോന്ത പറ്റിയിട്ട് അടിക്കുകയാണ്. ഇത് UDFിൻ്റെ അധ്യക്ഷപദം ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടിക്ക് മേൽ സമ്മർദ്ദം. ഉമ്മൻചാണ്ടിയുടെ പുറകെ ഈ മറ്റേ കസേരയുമായിട്ട് മുന്നോട്ട് നടക്കുകയാണ് ആൾക്കാർ. ഇതുണ്ട് മറ്റേ ഈ വിജയത്തിന് നന്ദി പറയേണ്ടത് പ്രതിപക്ഷ നേതാവിനോട് AK ബാലൻ. മുഖ്യമന്ത്രി ഈ പിണറായിയാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ ആധാരമെന്നാണ് AK ബാലൻ പറയുന്നത്. രാമായണ കാലത്ത് മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി വളഞ്ഞിട്ട് ആക്രമിച്ചെന്ന് മന്ത്രി G സുധാകരൻ. ഈ ക്രൗഞ്ച മിഥുനങ്ങളെ, അതായത് സ്വപ്ന സുരേഷാണ് ഒന്ന്. സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയും കൂടെ ക്രൗഞ്ച മിഥുനങ്ങളായിട്ടിരിക്കുകയാണ്. അപ്പം മറ്റേ G സുധാകരൻ പറയണം, മാനുഷാദ അരുതേ കാട്ടാളാണ്. കെട്ടുകഥകൾ ചുമന്നുകൊണ്ടുവരുമ്പോൾ സർക്കാരിനൊന്നും ചെയ്യാനാവില്ലെന്നാണ് പിണറായി പറഞ്ഞിരുന്നത്. അപ്പോൾ ഓരോ കെട്ടുകഥയും കൊണ്ട് പിണറായി വരികയാണ്. പിന്നെ പമ്പ മണൽ, സ്പ്രിംഗ്ലർ, പിൻവാതിൽ നിയമനം, കള്ളക്കടത്ത്, കൺസൾട്ടൻസി കരാറുകൾ. അപ്പോൾ പിണറായി പിന്നെ രമേശ് ചെന്നിത്തല ചോദിക്കണം, കെട്ടുകഥ വേണോ, കെട്ടുകഥ വേണോ. ഇപ്പോൾ ഇരട്ട മുഖം തനിക്കല്ല മുഖ്യമന്ത്രിക്കാണെന്ന് ചെന്നിത്തല പറഞ്ഞത്. ഇത് പിന്നെ ചെന്നിത്തല പറയുകയാണ്, ഇരട്ട ചങ്ക് മാത്രമല്ല ഇരട്ട തലയുണ്ടെന്ന്. അപ്പം ഇങ്ങനെ രമേശ് ചെന്നിത്തലയെ പറ്റി കുറച്ച് രമേശ് ചെന്നിത്തല അനുകൂലമുണ്ട്, ബാക്കി കൂടുതലും രമേശ് ചെന്നിത്തലയെ എതിർക്കുന്ന കാർട്ടൂണുകളുമുണ്ട്. ഇത് കുറച്ച് മറ്റേ പുസ്തകത്തിനേക്കാളും കുറച്ച് കൂടുതൽ പേജുള്ള ബുക്കാണ്. 191 പേജാണ്. ഇതിൻ്റെ വില 350 രൂപയാണ്. ആമസോണിലും ഇത് വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ഇതെല്ലാം രമേശ് ചെന്നിത്തലയുടെ കാർട്ടൂൺസാണ്.
ഇനി ഇത് എൻ്റെ ബുക്കുകളിലേക്കൊരു എത്തുന്നോട്ടാണ്. എല്ലാ ബുക്കുകളെ പറ്റി ഒന്ന് കാണിക്കാം. ഇത് വീക്ഷണത്തിലെ സെൽഫി എന്ന ഈ പോക്കറ്റ് കാർട്ടൂണിൻ്റെ സമാഹാരമാണ്. ഇത് പിന്നെ VS അച്യുതാനന്ദനെ കുറിച്ചിട്ടുള്ള കാർട്ടൂണുകളുടെ ഒരു സമാഹാരം. ഇത് പ്രിയദർശിനി പബ്ലിക്കേഷനാണ് പുറത്തിറക്കിയത്. ഇത് അഴിമതിയെക്കുറിച്ചിട്ടുള്ള കാർട്ടൂണുകളുടെ സമാഹാരം. ഇത് നമ്മുടെ പിണറായി വിജയനെ കുറിച്ചിട്ടുള്ള കാർട്ടൂണിൻ്റെ സമാഹാരം. ഇത് അന്തരിച്ച ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ചിട്ടുള്ള കാർട്ടൂൺ സമാഹാരം. ഇത് ഉമ്മൻചാണ്ടി തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ആണ് ഇതിൻ്റെ പ്രകാശന ചടങ്ങ് നിർവഹിച്ചത്. ഇത് കാർട്ടൂണിൻ്റെ ഹരിശ്രീ എന്ന കാർട്ടൂൺ വരയ്ക്കാൻ പഠിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇത് കൊറോണയ്ക്കിടയിലെ ഈ അഴിമതിയും തട്ടിപ്പും ഒക്കെ വിവരിക്കുന്ന കാർട്ടൂണുകളുടെ ഒരു സമാഹാരമാണ് കൊറോണയ്ക്കിടയിൽ കൂട്ടുവെച്ചുള്ളത്. ഇത് മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കുറിച്ചിട്ടുള്ള കാർട്ടൂണുകളുടെ ഒരു സമാഹാരമാണ്. ഇത് ചിന്ത പബ്ലിക്കേഷനാണ് ഇത് പുറത്തിറക്കിയത്. നമ്മുടെ പഴയ ധനകാര്യമന്ത്രി KM മാണിയെ കുറിച്ചിട്ടുള്ള ഒരു കാർട്ടൂൺ കളക്ഷനാണ്. ഇത് നമ്മുടെ കേരളിനെ കുറിച്ചിട്ടുള്ളൊരു കാർട്ടൂണിൻ്റെ സമാഹാരമായിരുന്നു. കേരളിൻ്റെ അത്രയും നാളുകൊണ്ട് ഒരു പുസ്തകം നിറച്ച കാർട്ടൂൺ, അത് ഈ 166 പേജിലൊരു പുസ്തകം. ഈ കേരളയിൽ വന്ന ഏതാണ്ട് 2 മാസമോ 3 മാസമോ കൊണ്ട് ഇത്രയധികം കാർട്ടൂൺ വരച്ചിട്ടുള്ള ഒരു കാർട്ടൂണിസ്റ്റ് മലയാളത്തിലല്ല പൊതുവെ ഇല്ല. ഇത് മുഴുവൻ കേരളിനെ സംബന്ധിക്കുന്ന കാർട്ടൂണുകളുടെ ഒരു സമാഹാരമാണ്. കേരളിനെ സംബന്ധിച്ച് ഇത്രയും കാർട്ടൂണുകൾ ഞാൻ വരച്ചിരുന്നു. ഇനിയും ഉൾപ്പെടുത്താനുണ്ട്, കുറേ എണ്ണം ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചിട്ടുള്ള ഒരു കാർട്ടൂൺ സമാഹാരമാണ്. ഇത് കാക്കി കാർട്ടൂണുകൾ, അതായത് നമ്മുടെ പോലീസിനെ കുറിച്ചിട്ടുള്ള കാർട്ടൂണുകളുടെ ഒരു സമാഹാരമാണ്. ഇത് നമ്മുടെ DGP ലോകനാഥ് ബെഹ്റയാണിത് റിലീസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച്. ഇതിപ്പം നമ്മൾ ലാസ്റ്റ് പുറത്തിറക്കിയ കാർട്ടൂണുകൾ, ലീഡറും ചെന്നിത്തലയും. ഇപ്പോൾ 15 പുസ്തകങ്ങളാണ്, കാർട്ടൂൺ സമാഹാരങ്ങളാണ് ഇതുവരെ പുറത്തിറക്കിയിരിക്കുന്നത്. 2 പ്രമുഖ വ്യക്തികളെ കുറിച്ചാണ് ശ്രീ ഹരികുമാറിൻ്റെ പുസ്തകം, കാർട്ടൂൺ അടങ്ങിയ പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിക്കും. ഒന്ന് ലീഡറെ കുറിച്ച്, മറ്റൊന്ന് ശ്രീ രമേശ് ചെന്നിത്തലയെ. ഇവിടെ നേരത്തെ ഹരികുമാറിനെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രീ ഹരികുമാറിൻ്റെ കാര്യം പറഞ്ഞത്, അദ്ദേഹം ഈ പുസ്തകം എനിക്ക് നൽകാൻ വേണ്ടി വന്നപ്പോൾ ഭയത്തോടു കൂടിയാണ് വന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കേണ്ടത്. അത് ശ്രീ ഹരികുമാർ മാത്രമല്ല, ഒരുമാതിരി കാർട്ടൂണിസ്റ്റുകളൊക്കെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഭയം അവർ പ്രകടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുമ്പോൾ അവരോട് ആരോടും മോശമായിട്ടൊന്നും പറയാറില്ല. മാത്രമല്ല, ഞാനത് എൻജോയ് ചെയ്യുന്നൊരാളാണ്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ എന്നെക്കുറിച്ചൊരു കാർട്ടൂൺ വരയ്ക്കുമ്പോൾ ഒരിക്കലും പത്രക്കാരൻ എന്നോട് ചോദിച്ചു, നിങ്ങളെക്കുറിച്ചിട്ടുള്ള കാർട്ടൂൺ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നാറ്? ഞാൻ പറഞ്ഞു,